മാം, മേ ഐ? കം ഇൻ. എന്താ മാം എന്നോട് വരാൻ പറഞ്ഞത്? സാറിന് വൃന്ദയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ സാർ ചോദിക്കാനുള്ളത്? ഇങ്ങോട്ട് നീങ്ങ്. ഇങ്ങോട്ട് നിന്നോ. ACP എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒരു മുൻപരിചയമില്ലാത്ത ഭാവമാണല്ലോ. എന്തോ പ്രശ്നമുണ്ട്. വൃന്ദെന്ന് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ സർ? ശാന്തി ഭവനിലെ അംബിക എന്ന അന്തേവാസി അറിയാവോ? എന്താ സർ പ്രശ്നം? ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയൂ. ശാന്തി ഭവനിലെ അംബിക എന്ന അന്തേവാസിയെ നിങ്ങൾക്ക് അറിയാവോ ഇല്ലയോ? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞോളൂ. ഉത്തരം പറയാൻ ഇവർക്ക് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല. വൃന്ദേ, അങ്ങനൊരു സ്ത്രീയെ വൃന്ദയ്ക്ക് അറിയില്ലേ? ഇത് ആരവിലേക്ക് എത്താനുള്ള ചോദ്യമാണല്ലോ. സൂക്ഷിച്ച് മറുപടി പറഞ്ഞില്ലെങ്കിൽ ACPക്ക് സംശയം ഉണ്ടാവും. വൃന്ദ, ഞാൻ ചോദിച്ച ചോദ്യം ഇതുവരെ കേട്ടില്ലേ? കേട്ടു സർ. ശാന്തിഭവനിലെ അംബിക എനിക്കറിയാം. എങ്ങനെ അറിയാം? ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അമ്മയെ മോഴക്കുന്നിലെ ഉരുൾപൊട്ടലിൽ കാണാതായിട്ടുണ്ട്. അവരുടെ പേരും അംബിക എന്നാ. ആ അംബിക ശാന്തിഭവനിലുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ അവിടെ പോയത്. പക്ഷേ ശാന്തിഭവനിലെ അംബിക ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മ അംബികയല്ല. അങ്ങനെ ഒരു പരിചയം മാത്രമേ ആ സ്ത്രീയായിട്ട് എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഉള്ളൂ. ആരാണ് ആ ഫ്രണ്ട്? മിനിസ്റ്ററുടെ മകന്റെ കൊലയാളി ആരവാണോ? ആരവോ? അതെ. ഈ ഫോട്ടോയിൽ കാണുന്ന ആരവ് പറ, ഇവനാണോ മോഴക്കുന്നിൽ അമ്മയെ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്? സർ, ഈ പയ്യന്റെ കാര്യത്തിൽ സാറ് തന്നെ ഇവിടെ വന്ന് വൃന്ദയും ഫ്രണ്ട്സിനെയും ചോദ്യം ചെയ്തതല്ലേ? വൃന്ദയും ഫ്രണ്ട്സും പതിവായി പോയിരുന്ന റെസ്റ്റോറന്റിലെ വെയിറ്റർ ആയിരുന്നല്ലോ ആരവ്. അങ്ങനൊരു പരിചയം ആ പയ്യനുമായി ഇവർക്കുണ്ടായിരുന്നതായി സാറിനെ ബോധ്യപ്പെടുത്തിയതല്ലേ? സാറിനത് ബോധ്യപ്പെട്ടതുമാണ്. ആ പയ്യന്റെ പേരിൽ വൃന്ദയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിൽ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഡം, ഒരിക്കൽ പോലീസിന് ബോധ്യപ്പെട്ടൊരു കാര്യം പിന്നീട് സംശയങ്ങൾ ഉണ്ടാവുമ്പോ പുനഃപരിശോധിച്ചിടാന്നൊന്നുമില്ലല്ലോ. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ വൃന്ദയോടും ഫ്രണ്ട്സിനോടും സഹായം ചോദിച്ച് ആരവ് സമീപിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇല്ല എന്നാണ് അപ്പോ താൻ മറുപടി തന്നത്. ആ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. വൃന്ദയും കൂട്ടുകാരും ആരവിനെ സഹായിക്കുന്നുണ്ടോ? ഞാനും എന്റെ ഫ്രണ്ട്സും എന്തിനൊരു കൊലയാളിയെ സഹായിക്കണം? ഒരു കുറ്റവാളിക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് കുറ്റകൃത്യമാണെന്ന് അറിയാത്തവരൊന്നും അല്ല ഞാനും എന്റെ ഫ്രണ്ട്സും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ആരവെന്ന പ്രതിയുമായിട്ട് എനിക്കും എന്റെ ഫ്രണ്ട്സിനോ ഒരു ബന്ധവുമില്ല. ഞങ്ങൾ പിന്നീട് അയാളെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെയാണല്ലേ? യെസ് സർ, എന്റെ കുട്ടികൾ ഇവിടെ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് എന്റെ കാഴ്ചയിലൂടെയാണ്. സാറ് സംശയിക്കുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അറിയാതിരിക്കില്ല. ഇത് സാറിന്റെ അനാവശ്യ സംശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോലീസിന്റെ അനാവശ്യ സംശയങ്ങളെ പലരും കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ ചില അനാവശ്യമായ സംശയങ്ങൾ പ്രമാദമായ പല കേസുകളും തെളിയിച്ചിട്ടുണ്ട്. അത് മേഡം മറക്കരുത്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ സർ? അംബിക നിങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയല്ലെന്നല്ലേ പറഞ്ഞത്? അംബിക ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയാണ്. സാറ് പറയുന്ന അംബിക അല്ല ആ അംബിക. ആരാണ് നിങ്ങളുടെ ആ ഫ്രണ്ട്? ആരതി. ആരതി? ആരാണ് ഈ ആരതി? അവരെന്ത് ചെയ്യുന്നു? എവിടെ താമസിക്കുന്നു? അവള് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് PG-യിലാ താമസിക്കുന്നത്.
അവിടെ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കരുതി എന്റെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും മാറി എന്ന് ധരിക്കണ്ട. ആ സംശയം മാറണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആരതിയെ എന്റെ മുമ്പിൽ ഹാജരാക്കണം. അല്ലെങ്കിൽ എന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് വൃന്ദയ്ക്കോ ഫ്രണ്ട്സിനോ മാറി നിൽക്കാനാവില്ല. ഇപ്പോ വൃന്ദ, നാളെ തന്റെ ഫ്രണ്ട്സിനെയും എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങൾ എല്ലാവരും ഈ കേസിന്റെ ഫ്രെയിമിൽ എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മറക്കരുത്. ഓട്ടമേ നടക്കണോ? സർ, എന്താ വൃന്ദേ? എന്താ മോളെ? എന്തിനാ മോൾ കരയുന്നത്? പോലീസുകാരങ്ങനെയാണ്. അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ അവർ തീർക്കാൻ ശ്രമിക്കും. പോലീസ് ചോദ്യം ചെയ്യുന്നവരെല്ലാം കുറ്റം ചെയ്തവരാകണമെന്നില്ലല്ലോ. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. മാം, മോളെ കരയാതെ. മോളും ഫ്രണ്ട്സും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്യാത്തവർ ഒന്നിനെയും പേടിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. കരയാതെ.